നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചില ബന്ധങ്ങൾ ഒരിക്കലും ചേരാൻ പാടില്ല. അങ്ങനെ ചേർന്നാൽ പഴയ ഭംഗി അതിന് കാണത്തില്ല. അതായത് ചിലരെ പ്രേമിക്കാനേ കൊള്ളാവൂ. അതൊരു ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് വരുമ്പോൾ പ്രേമിക്കുന്ന ആ സുഖം നഷ്ടപ്പെടും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നീ എന്തിനാ വെറുതെ ഓർന്ന് ചോദിക്കുന്നേ? നീ ഇപ്പൊ പറഞ്ഞത് എന്നെക്കുറിച്ചാണോ അതോ സ്നേഹയെക്കുറിച്ചാണോ? എന്നെക്കുറിച്ചാണെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്താ ഞാൻ നിന്നെ ചതിക്കുവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതുവരെ ഇല്ല. പക്ഷേ നിന്നെ സ്നേഹം ഒരുമിച്ച് കാണുമ്പോഴൊക്കെ പലപ്പോഴും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം മറ്റുള്ളവർ തട്ടിപ്പറിക്കുമ്പോഴുള്ളൊരു 4 വയസ്സുകാരി കുഞ്ഞിന്റെ വിഷമവും അമർഷവും എന്റെ ഉള്ളിൽ വന്ന് നിറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ വിവാഹം കഴിയണം. അതിനു മുന്നേ എന്റെ മനസ്സ് മാറിയ നിന്നെ ഞാൻ ഒരു സ്നേഹിക്കും വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ച ചിലപ്പോ ഞാൻ എന്തെങ്കിലും കൈവിട്ട് ചെയ്തു പോയെന്ന് വരും. അത് ഭയങ്കര ബോറ് പരിപാടിയാണെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് ആശ്വാസവാക്കുകളൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് നിന്റെ ഒപ്പമുള്ള നല്ലൊരു ജീവിതം, അതിൽ കുറഞ്ഞ് ഞാനൊന്നും ആലോചിക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയം ഞാൻ ഇനി സംസാരിക്കുന്നില്ല. എന്തായി, ബിജുവിനെ വിളിച്ചോ നീ? സച്ചി അവരുടെ കയ്യില് സേഫായിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. കൈയും കാലും കൂട്ടിക്കെട്ടി വായും കൂട്ടിക്കെട്ടി അനങ്ങാൻ പറ്റാതെ അവൻ അവിടെ തന്നെ ഉണ്ട്. ഈ വിവാഹം കഴിഞ്ഞല്ലാതെ ഇനി അവൻ പുറത്തേക്ക് വരില്ല. കൊല്ലാനാണെങ്കിലും ഞാൻ വളർത്തിയവനാ സച്ചി. അതുകൊണ്ട് എനിക്കവനെ നന്നായിട്ടറിയാം. എവിടെയും ഒരു പാളിച്ച വന്നാ നിന്റെ വിവാഹവും എന്റെ പദ്ധതികളും എല്ലാം പൊളിയും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ നോക്കിക്കോ, ഈ വിവാഹം കഴിഞ്ഞ് അവൻ ഇവിടേക്ക് വരുമ്പോ അതിലേറ്റവും സന്തോഷിക്കുന്നത് അവന്റെ ഈ അളിയൻ തന്നെ ആയിരിക്കും. രാവിലെ ഒരുത്തി എന്നെയും വെല്ലുവിളിച്ച് പോയിട്ടുണ്ട്. സച്ചിയെ കണ്ടുപിടിച്ചോണ്ട് വന്ന് എന്റെ ഈ വിവാഹം മുടക്കുമെന്ന്. അർച്ചന അവള് കൊണ്ടുവരട്ടെ, കൊണ്ടുവന്ന് വിവാഹം മുടക്കട്ടെ. എന്നിട്ട് അവള് ദയാനന്ദന്റെ മകളാണെന്ന് തെളിയിക്കട്ടെ. അങ്ങനെ നിസ്സാരായിട്ട് അവളെ കാണണ്ട. ചിലപ്പോ അവള് പറഞ്ഞു തന്നെ സംഭവിച്ച നമ്മള് എന്ത് ചെയ്യുന്നും കൂടെ കണ്ടുവെക്കണം. അതിനെക്കുറിച്ചൊരു ആലോചനയുടെ കാര്യമേ ഇല്ല. അവൾ ഈ നാട് വിട്ട് പോയാലല്ലേ മറ്റൊരു നാട്ടിലുള്ള സച്ചിയുടെ അടുത്തെത്തൂ. ഇവിടം വിട്ട് പുറത്തു പോകാത്ത രീതിയിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. സച്ചിയെ തിരക്കിയിറങ്ങിയ അർച്ചനയെ കാണാനില്ല എന്ന വാർത്തയായിരിക്കും ഇനി കേൾക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ അകപ്പെട്ട അവർ രണ്ടുപേരും ഇനി തിരിച്ചു വരണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.